ഞങ്ങൾ മദീനത്താണ് താമസിക്കുന്നത്. ഒരു വർഷമായി ഇപ്പോൾ ഇവിടെ താമസാക്കിയിട്ട്. ഞങ്ങൾ ഉഹുദ് മല ഓഫ് റോഡ് കയറാൻ പോവുകയാണ്. ഞങ്ങളെ റൂമിൽ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ ഉഹുദ് മലയിലേക്ക്. നടക്കാനാണെങ്കിൽ ഒരു അരമണിക്കൂറുണ്ട്. ഞങ്ങൾ റൂമിൽ നിന്ന് അസറൊക്കെ നിസ്കരിച്ച് ഇറങ്ങിയതാണ്. ഉഹുദ് മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് റോഡിന് ഉള്ളോട്ട് കയറിയിട്ടാണ് ഓഫ് റോഡ് കയറാനുള്ള സ്ഥലമുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. അതിലുപരി വളരെ വേദനാജനകമായൊരു യുദ്ധവുമായിരുന്നു ഉഹുദ് യുദ്ധം. മുസ്ലിങ്ങൾക്ക് വൻ പരാജയം ഉണ്ടായൊരു യുദ്ധമായിരുന്നല്ലോ ഉഹുദ് യുദ്ധം. ബദ്രിൽ വിജയിച്ചു. അതിൻ്റെ പ്രതികാരമെന്ന രീതിയിലാണ് ഉഹുദ് യുദ്ധം ശത്രുക്കൾ ഉണ്ടാക്കിയത്. ഇതൊരു സന്ദർശന സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹുദ് യുദ്ധത്തിൽ മുൻപല്ല് പൊട്ടുകയും പരിക്കുകൾ ഏൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ഗുഹ ആയിട്ട് ഇങ്ങനെ കാണാം. ആ ഗുഹയിൽ ഇവിടെ ധാരാളം സന്ദർശകർ വരാറുണ്ട്. ഇത് ആ ഗുഹ ആണ്. അപ്പം ഓരോരുത്തരായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി സന്ദർശനം നടത്തി ഇറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിത് ഓഫ് റോഡ് കയറുന്ന ആ സ്ഥലത്തെത്തി. അവിടെ അടച്ചിട്ടിട്ടുണ്ട്, അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി ഉഹുദ് മസ്ജിദിലേക്ക് പോവുകയാണ്. മസ്ജിദ് ഷുഹദ എന്ന് ആണ് ശരിക്കും പറയുക. മസ്ജിദ് അൽ സയ്യിദ് ഷുഹദ. നമ്മൾ ഗൂഗിളിലൊക്കെ ഉഹുദ് മസ്ജിദ് നടിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഗൂഗിൾ മാപ്പിലൊക്കെ മസ്ജിദ് അൽ സയ്യിദ് ഷുഹദ നടിച്ചാൽ നമുക്ക് സെർച്ച് ആക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. ഇതാണ് ഉഹുദ് യുദ്ധത്തിൽ വഫാത്തായ സഹാബികൾ കബറടക്കിയ സ്ഥലം. 70ഓളം സഹാബികളുണ്ട് ഇവിടെ. പിന്നെ ലേഡീസ് പ്രയർ ഹാൾ ആൻഡ് ടോയ്ലറ്റാണ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും പ്രയർ ഹാളും ഒക്കെയാണ് ഉഹുദ് മസ്ജിദിലുള്ളത്. ദിവസേന ഒരുപാട് ആൾക്കാർ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. ഇത് മസ്ജിദ് പള്ളീൻ്റെ ഉള്ളിലാണ് ലേഡീസിനുള്ള. ഞങ്ങൾ ചായയും പക്കവടയും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. റൂമിൽ നിന്ന് ചായ കുടിക്കാതെയായിരുന്നു പോകുന്നത്. ഹസ്ബൻഡ് മോനെ എടുത്ത് ഉഹുദ് മല കയറുകയാണ്. ഉഹുദ് യുദ്ധം എല്ലാവർക്കും അറിയാം, നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ എനിക്കറിയുന്ന രീതിയിൽ ഞാനൊന്ന് വിവരിക്കുക. ഉഹുദ് എന്നാൽ ഒറ്റപ്പെട്ടത് എന്നർത്ഥം. ഹറമിൽ നിന്ന് 3 മൈൽ അകലെയാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ മല സ്വർഗത്തിലുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഉഹുദ് യുദ്ധം ഉണ്ടായ കാരണം ബദറിലേറ്റ പരാജയം ഖുറൈശികളേറെ ദുഃഖിപ്പിച്ചു. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട പല നേതാക്കന്മാരെയും വേർപാട് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ശത്രുക്കളുടെ ഉള്ളിൽ പ്രതികാരം ആളിക്കത്തി. അങ്ങനെ നബി തങ്ങൾക്കും അനുയായികൾക്കും നേരെ യുദ്ധം ചെയ്യണമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ മക്കയിൽ യുദ്ധകാഹളം മുഴങ്ങി. ഹിജ്റ വർഷം 3 ശവ്വാൽ 15-ന് ഒരു വൻ സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി അവർ ഉഹുദ് ലക്ഷ്യമാക്കി നടന്ന്. 3000-ഓളം വരുന്നതായിരുന്നു അവരുടെ സൈന്യം. ആവശ്യത്തിലധികം കുതിരകളും ഒട്ടകങ്ങളും മറ്റു യുദ്ധസാമഗ്രികളും ശത്രുക്കളുടെ പക്കലുണ്ടായിരുന്നു. അങ്ങനെ നബി തങ്ങൾ ഈ വിവരം അറിഞ്ഞ് അങ്ങനെ യുദ്ധക്കളം ഒരുങ്ങി. 1000-ഓളം വരുന്ന ഭടന്മാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുറപ്പെട്ടു. ഉഹുദിന് അടുത്തെത്തിയപ്പോൾ മുനാഫിക്കായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് തൻ്റെ അനുയായികളുമായി യുദ്ധത്തിൽ നിന്ന് പിന്മാറി. 300-ഓളം ആളുകൾ അങ്ങനെ ഒഴിവായിപ്പോയി. അങ്ങനെ മുത്തറസൂലും സൈന്യവും ഉഹുദിലെത്തി. തൻ്റെ കൽപ്പന വരുന്നത് വരെ ആരും യുദ്ധത്തിന് ഇറങ്ങരുതെന്ന് തങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു.
അങ്ങനെ 50 അമ്പെയ്ത്തുകാരെ മലമുകളിൽ നിയമിച്ചു. അബ്ദുല്ലാഹിബ്നു ജുബൈറിനെ അവരുടെ നേതാവാക്കി. യുദ്ധാവസാനം വരെ മലമുകളിൽ ഉറച്ചു നിൽക്കണമെന്ന് മുസ്ലിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അനീമത്ത് അഥവാ സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുന്നത് കണ്ടാൽ പോലും ഇറങ്ങി വരരുതെന്ന് അവരോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. അവർ നിൽക്കുന്ന മലമുകളിൻ്റെ പിൻഭാഗത്ത് നിന്നും ശത്രുക്കൾ കടന്നാക്രമിക്കുന്നതിനെ തടയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു രഹസ്യം പറഞ്ഞിരുന്നത്. ശേഷം മുസ്ലിങ്ങൾ പടയങ്കി ധരിക്കുകയും 700-ൽ പരം വരുന്ന സൈന്യം മാത്രമായി യുദ്ധത്തിനൊരുങ്ങുകയും ചെയ്തു. അങ്ങനെ യുദ്ധം തുടങ്ങി. പലരും മരിച്ചു വീണു, മറ്റു ചിലർ ജീവനും കൊണ്ടോടി. ഒടുവിൽ വഹ്ഷ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. അദ്ദേഹം രക്തസാക്ഷിയായി അവിടെ മരിച്ചു വീണു. തുടക്കത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തായിരുന്നു വിജയസാധ്യത. അങ്ങനെ ശത്രുക്കൾ ഭയന്ന് പിന്തിരിഞ്ഞോടി. മുസ്ലിങ്ങൾ സന്തോഷിച്ച് അവർ സ്വത്തുക്കൾ സമാഹരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് കണ്ട അമ്പെയ്ത്തുകാർ മലമുകളിൽ നിന്നും താഴെ ഇറങ്ങിയത്. റസൂൽ പ്രത്യേകം പറഞ്ഞിരുന്നു മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങരുതെന്ന്. പക്ഷേ അവരിത് ഓരി വെക്കുന്നത് കണ്ട് അവർ താഴെ ഇറങ്ങി. ഈ ഒരു അവസരം ശത്രുക്കൾ മുതലെടുത്തു. ഓർക്കാപ്പുറത്തുണ്ടായ ഈ ഒരു അതിക്രമം മുസ്ലിങ്ങൾക്ക് പ്രതിരോധിക്കാനായില്ല. അവരൊന്നും തിരിയാതെ 4 ഭാഗത്തേക്കും ചിതറി ഓടുകയാണ് ഉണ്ടായത്. ഒന്നും തിരിച്ചറിയാനാവാതെ അവർ പരസ്പരം പോരാടിക്കൊണ്ടിരുന്നു. അവിടെ ഒരു പ്രചരണം നടന്ന അതിനിടയിൽ മുഹമ്മദ് നബി വധിക്കപ്പെട്ടു എന്ന്. പക്ഷേ നബി തങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ അമ്പരന്ന് പോയി. യുദ്ധത്തിൽ നബിയുടെ മുൻപല്ല് പൊട്ടുകയും ചുണ്ടിനും മുഖത്തും മുറിവേൽക്കുകയും ചെയ്തിരുന്നു. മുസ്ലിങ്ങൾ യുദ്ധമുഖം വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും പരാജയപ്പെട്ടു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമായിരുന്നു അവർക്ക് യുദ്ധത്തിലുണ്ടായത്. മുസ്ലിങ്ങളിൽ നിന്ന് 70 പേര് ഷഹീദായി, 150-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 23 പേര് മാത്രമാണ് ശത്രുപക്ഷത്തു നിന്നും കൊല്ലപ്പെട്ടത്. ഹംസ റളിയല്ലാഹു അടക്കം പല പ്രമുഖരും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. യുദ്ധത്തിൽ വധിക്കപ്പെട്ടവരെ മുത്തുനബിയുടെ നേതൃത്വത്തിൽ ഉഹുദിൽ തന്നെ കബറടക്കുകയും ചെയ്തു. പിന്നീട് എല്ലാവരും മദീനയിലേക്ക് തിരിച്ചുപോയി. ശവ്വാൽ 7 ശനിയാഴ്ച വൈകുന്നേരം അവർ മദീനയിലെത്തുകയും ചെയ്തു. അപ്പോൾ ഉഹുദ് യുദ്ധം ഇസ്ലാമിന് വൻ പരാജയം ഉണ്ടായൊരു യുദ്ധമായിരുന്നു.